കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് ബി.ജെ.പി. കുറിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് കേരളം എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിരുന്നു. എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. മികച്ച രീതിയിൽ ഒരു തേരോട്ടം തന്നെ നടത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്തിന്റെ ഗുജറാത്ത് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന നേമം ബി.ജെ.പി. വൻ ഭൂരിപക്ഷത്തിലാണ് പിടിച്ചെടുത്തത്. രാജീവ് ചന്ദ്രശേഖരായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. കേരളം ബി.ജെ.പിയുടെ വികസനത്തിന് ഒപ്പമാണ് എന്നതിന്റെ തെളിവാണ് തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പിക്ക് ലഭിച്ചത്. നിലവിൽ ഇന്ന് നിയമസഭയിൽ എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയിൽ നിന്നും 3 നിയുക്ത എം.എൽ.എമാർ ഇന്ന് കേരള നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും വിജയിച്ച ഒരു എം.എൽ.എ ആണ്. കൂടാതെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ വി മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ബി ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്നാണ് വിജയിച്ചത്. ഈ 3 പേരാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലേക്ക് ഇന്ന് ചുവടുവെക്കാൻ പോകുന്നത്. അതായത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ എത്തുകയാണ്. ബി.ജെ.പിയിൽ നിന്നും ഈ 3 പേർ മാത്രമാണ് എങ്കിലും 300 പേരുടെ പവർ ഉണ്ട് ഈ 3 ത്രിമൂർത്തികൾക്കും. തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഈ നിയുക്ത എം.എൽ.എമാരെല്ലാം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി നിയമസഭയിലേക്ക് എത്തിയത്. കേരളത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ പ്രാതിനിധ്യം 3ആയി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങായതിനാൽ അങ്ങേയറ്റം ആവേശത്തോടെയും വലിയ ആഘോഷത്തോടെയുമാണ് പാർട്ടി പ്രവർത്തകർ ഈ ദിനത്തെ വരവേൽക്കുന്നത്. കഴക്കൂട്ടത്തിൽ നിന്നും വലിയൊരു റോഡ് ഷോ ആയിട്ടാണ് മുരളീധരൻ തന്നെ ബി.ജെ.പിയുടെ ഓഫീസിലേക്ക് എത്തിയത്. രാവിലെ കൃത്യം 8 മണിക്ക് തിരുവനന്തപുരം തൈക്കാടുള്ള ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ കെ.ജി. മാരാർ ഭവനിൽ 3 നിയുക്ത എം.എൽ.എമാരും ഒരുമിച്ച് എത്തുകയും അവിടെ എത്തിയതിനു ശേഷം ആദ്യം മാരാർജിയുടെ ആ പ്രതിമയുടെ മുന്നിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയതിനു ശേഷം അവിടെ നിന്നും പാർട്ടി നേതാക്കളുടെയും 100 കണക്കിന് വരുന്ന പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരുമിച്ചായിരുന്നു ഇവർ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന നിയമസഭയിലേക്ക് എത്തിയത്. തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തുകയും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ധീര ദേശാഭിമാനികൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ആണ് പ്രകടനമായി നേതാക്കൾക്കൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും ഈ 3 എം.എൽ.എമാരും നിയമസഭാ സമുച്ചയത്തിലേക്ക് എത്തിയത്. കേരള നിയമസഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിപക്ഷ സ്വരമായി മാറാനും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉന്നയിക്കാനും തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. വൻ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രകടനം മുൻനിർത്തി നഗരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ല എന്ന് യു.ഡി.എഫും അതോടൊപ്പം തന്നെ എൽ.ഡി.എഫും പറഞ്ഞതാണ്. പക്ഷേ അവരെല്ലാം തിരുത്തിക്കൊണ്ട് സകല എക്സിറ്റ് പോളുകളും പറഞ്ഞതാണ് കേരളത്തിൽ, അത് 9 എക്സിറ്റ് പോളുകളും പറഞ്ഞു കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന്. അതേപോലെ 3 സീറ്റ് തുറന്നിരിക്കുന്നു. നേമത്ത് ശിവൻകുട്ടി തന്നെ വിജയിക്കുമെന്ന് എൽ.ഡി.എഫ് കണക്ക് കൂട്ടി. അവിടെ ശിവൻകുട്ടി അല്ലാതെ വേറെ ഒരു സ്ഥാനാർത്ഥിയെയും പിടിച്ചു നിർത്താൻ CPM-ന്റെ ഉള്ളിൽ ഒരു നേതാക്കന്മാരും ഇല്ലായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നിർണായകമായ നീക്കം നടത്തി. മതി ഈ എം.എൽ.എ ഭരണം, ഈ എം.എൽ.എ ഇനി വേണോ എന്നൊക്കെയുള്ള ഫ്ലെക്സ് ബോർഡുകളും പ്ലക്കാർഡുകളും ഒക്കെ കൊണ്ടൊരു റോഡ് ഷോ തന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തി. ഈ ശിവൻകുട്ടി ഇത്രയും വർഷം, ഈ 5 വർഷം ശിവൻകുട്ടി എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് നേമത്തെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഉത്തരമില്ല. വികസനമുണ്ടോ? വികസനമില്ല. പക്ഷേ അതിന് അപ്പുറത്തേക്ക് സാങ്കേതിക മികവുകൾ ബി.ജെ.പി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. QR കോഡ് സംവിധാനം എല്ലാ ജനങ്ങളുടെയും അടുത്തേക്ക് എത്തി. അവർക്ക് കൃത്യമായി തന്നെ ബി.ജെ.പി. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകുന്നത് ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ആ QR കോഡിൽ ഉണ്ടായിരുന്നു. ഇനി അത് നടപ്പിലാക്കിയില്ലെങ്കിൽ, ഇത് നടപ്പിലാക്കിയില്ല എന്ന് പരാതിപ്പെടാനുള്ള സംവിധാനം വരെ ആ QR കോഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം ബി.ജെ.പിയിലേക്ക് വന്നു. അടുത്തതായി വരുമ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇതിനു മുന്നേ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തിൽ നിന്ന് പരാജയപ്പെട്ടതാണ്. പക്ഷേ അവിടെ തന്നെ വീട് വാടകയ്ക്കെടുത്ത് 5 വർഷം കഴക്കൂട്ടം മണ്ഡലം കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു നേതൃത്വം അദ്ദേഹം തന്നെ നടത്തി. വിപുലമായ ഒരു പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കഴക്കൂട്ടം ബി.ജെ.പി. പിടിച്ചെടുത്തത്. നേമത്തും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി. ആ സമയത്തും വലിയ രീതിയിലുള്ള ഒരു നിർണായകമായ നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് നേമം മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 100% ആത്മവിശ്വാസത്തോടു കൂടി നേമത്ത് ഞാൻ വിജയിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയതും. ചാത്തന്നൂരും അത് തന്നെയായിരുന്നു. 5 വർഷത്തോളം ബി ഗോപകുമാർ അവിടെ തന്നെ ഇരുന്ന് ക്യാമ്പ്
ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചു. അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു സ്വീകാര്യനായ ഒരു നേതാവായി ബി ഗോപകുമാറിന് എത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിയമസഭയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗർജനങ്ങൾ ഈ 3 പേരും മുഴക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതികൾ, തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, അതെല്ലാം അതിന് UDF-ന്റെ ആയിരുന്നാലും ശരി തന്നെ, ഇടതുപക്ഷത്തിന്റെ ആയിരുന്നാലും ശരി തന്നെ, അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ജനങ്ങൾക്ക് വേണ്ട എല്ലാ വികസനങ്ങളും അത് അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിക്കുമെന്നൊരു ഉറപ്പ് 3 BJP-യുടെ MLA-മാരും ഇപ്പോൾ നൽകിയിരിക്കുകയാണ്.